കഥ തുടരുകയാണ്. ഇന്ദിരായുഗ കഥകൾ 1973-74 കാര്യമാണ്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ഗുജറാത്തിലെ ചിമൻഭായ് പട്ടേൽ തയ്യാറായി. പക്ഷേ സമരം അവസാനിപ്പിക്കാൻ എന്നിട്ടും വിദ്യാർത്ഥികൾ തയ്യാറായില്ല. ഒടുവിൽ കേന്ദ്ര സർക്കാരിന് ഗുജറാത്ത് സർക്കാരിനെ പിരിച്ചുവിടേണ്ടി വന്നു. ഗുജറാത്തിൽ രാഷ്ട്രപതി ഭരണമായി. ബീഹാർ അപ്പോഴും നിന്നു കത്തുകയാണ്. 1974 മാർച്ച് 18 ഗവർണർ ബീഹാർ അസംബ്ലിയിലെത്തിയപ്പോൾ വിദ്യാർത്ഥി പ്രക്ഷോഭകർ അസംബ്ലി വളഞ്ഞു. പോലീസ് വെടിവെപ്പും ലാത്തിചാർജും ആരംഭിച്ചു. പാറ്റ്നയിൽ മാത്രമല്ല, ബീഹാറിലെ പല നഗരങ്ങളിലും ഇതാണ് അവസ്ഥ. പോലീസിനെ സഹായിക്കാൻ കോൺഗ്രസിൻ്റെയും CPIയുടെയും പ്രവർത്തകർ രംഗത്തിറങ്ങി. അതോടെ ബീഹാറിൻ്റെ തെരുവുകൾ അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമായി. എങ്ങും ഏറ്റുമുട്ടൽ. രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് സർവോദയ പ്രവർത്തനത്തിന് പോയിരുന്ന ജയപ്രകാശ് നാരായൺ രാഷ്ട്രീയത്തിൻ്റെ മധ്യത്തിലേക്ക് തിരിച്ചെത്തി. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുപദേശിച്ചുകൊണ്ട് ജയപ്രകാശ് നാരായൺ വിശദമായൊരു പ്രസ്താവന നടത്തി. എന്നാൽ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ കയ്യിലുമായിരുന്നില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നിൽ JP ആണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയും രംഗത്തിറങ്ങി. വിദ്യാർത്ഥി സമരസമിതിയുടെ നേതാക്കളും ജയപ്രകാശ് നാരായണും നേർക്കുനേർ സംസാരിച്ചു. സമരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അദ്ദേഹം നിർണയിച്ചു കൊടുത്തു. അഴിമതിക്കും അമിതാധികാരത്തിനുമെതിരെയുള്ള ഒരു സമ്പൂർണ്ണ വിപ്ലവമായി അത് മാറണമെന്ന് JP അവരോട് പറഞ്ഞു. എന്നാൽ പണക്കാരിൽ നിന്ന് പണം കൈപ്പറ്റുന്നവർക്ക് അഴിമതിയെക്കുറിച്ച് പറയാൻ അവകാശമില്ല എന്ന് ഇന്ദിരാഗാന്ധി പരിഹസിച്ചു. JPക്ക് അതിനിടെ മെഗ്സാസെ അവാർഡ് ലഭിച്ചിരുന്നു. അതാണ് ഇന്ദിരാഗാന്ധിയുടെ പരിഹാസത്തിന് പിന്നിൽ. ഇന്ദിരാഗാന്ധിയും ജയപ്രകാശും രണ്ട് ഭാഗത്ത് നേതൃത്വം ഏറ്റെടുത്തതോടെ കളി മാറി. 1974 ഏപ്രിൽ 8 കുങ്കുമ തുണികൾ കൊണ്ട് മുഖം മൂടിക്കെട്ടിയവരുടെ ഒരു വലിയ നിശബ്ദ ജാഥ പാറ്റ്ന നഗരത്തിലൂടെ കടന്നുപോയി. ലക്ഷക്കണക്കിന് ആളുകൾ ആ ജാഥ കാണാൻ കാത്തുനിന്നു. കേന്ദ്ര സർക്കാരും അടങ്ങിയിരുന്നില്ല. റേഡിയോവും ടെലിവിഷനും ഫിലിംസ് ഡിവിഷൻ്റെ ചെറു സിനിമകളും ഉപയോഗിച്ച് ആ പ്രക്ഷോഭത്തിനെതിരെ കേന്ദ്ര സർക്കാർ പ്രചണ്ഡമായ പ്രചാരണം ആരംഭിച്ചു. അങ്ങനെ ബീഹാർ ഇന്ദിരാ ജയപ്രകാശ് യുദ്ധത്തിൻ്റെ കേന്ദ്രമായി മാറി. കഥ അങ്ങനെ പുതിയ വിധാനത്തിലേക്ക് കടക്കുകയാണ്.